ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാഗലശ്ശേരി GS സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയെയും കൃഷിയെയും കൂടുതൽ അടുത്തറിയാൻ അവസരമായി. സ്കൂളിലെ അധ്യാപകനും കഥാകൃത്തുമായ പ്രദീപ് കുമാർ, കാർഷിക ക്ലബ് കൺവീനർ രാജൻ മാസ്റ്റർ, മറ്റ് അധ്യാപകർ എന്നിവർ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത കാർഷിക വിദഗ്ധൻ KS രാജേന്ദ്രൻ പെരുമണ്ണൂർ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് വേറിട്ട കാഴ്ചയായി. നെൽകൃഷി, പൈതൃക നെൽവിത്തിനങ്ങൾ, നാട്ടുമാവുകൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ പരിചയപ്പെടുത്തി. പുതിയ നെൽവിത്തിനങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അറിവുണ്ടായിരുന്നെങ്കിലും പണ്ടുകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പൈതൃക നെൽവിത്തിനെ കുറിച്ച് പലർക്കും അറിവില്ലായിരുന്നുവെന്ന് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃഷിയിടങ്ങളാൽ സമൃദ്ധമായ പ്രദേശമായിട്ടും കൃഷിയുമായി നേരിട്ട് ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കുറവാണെന്നും ചർച്ചയായി. നാട്ടുമാങ്ങകളും ഫലവൃക്ഷങ്ങളും എല്ലാം ഗ്രാമീണ ജീവിതത്തിന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും ഭാഗമാണെന്ന് കുട്ടികളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. ചാലിശ്ശേരി കൂറ്റാർ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായി മാവ്, പ്ലാവ് ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്നതും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളും വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള വൃക്ഷങ്ങൾ സംരക്ഷിക്കാനും വാർഡ് മെമ്പറുടെ സഹകരണത്തോടെ പ്രവർത്തിക്കാമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഒഴിഞ്ഞിടക്കുന്ന പൊതുസ്ഥലങ്ങളിൽ നാട്ടുഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനുമായി മുന്നിട്ടിറങ്ങുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റ് അംഗങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ ചെടികൾ നട്ടും പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയും പരിസ്ഥിതി ദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ K അനിൽകുമാർ, അധ്യാപികമാരായ സിന്ധു, ബിബിത, മഞ്ജു, രേഷ്മ എന്നിവർ നേതൃത്വം നൽകി.